Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻസ് ആണ് നമ്മുടെ മുമ്പിൽ നെക്സ്റ്റ് ഉള്ള. സോ ഓൾറെഡി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് BComന്റെ രണ്ട് മെയിൻ പേപ്പേഴ്സിൻ്റെ ചെയ്ത് കഴിഞ്ഞു. BBAയുടെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് 1 by 1 ആയിട്ട് കാണാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സിലോട്ടാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, എസ് എ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, 3 and 6 മാർക്സിന് നമുക്ക് എക്സ്പെക്റ്റ് കൂടുതൽ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കാണാം. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. സോ നമ്മൾ 500 rupees മാത്രമാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് ഒരു പേപ്പറിന്. സോ 5th സെമസ്റ്ററിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഈ 3 പേപ്പേഴ്സിൻ്റെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ എടുക്കുന്നു. ദെൻ റെക്കോർഡഡ് നമ്മൾ സെപ്പറേറ്റ് മെയിലിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. സോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഇതുവരെയുള്ള ക്രാഷ് കോച്ചിങ്ങിലൊക്കെ നല്ല റിസൾട്ടാണ് എല്ലാ കുട്ടികൾക്കും ഉള്ളത്. ഓക്കെ, സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ പേപ്പർ മാനേജറിയൽ എക്കണോമിക്സ് ആണ്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ് മാനേജറിയൽ എക്കണോമിക്സ്. അതിന് നമ്മൾ ഒരു 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 6 ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. സോ അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് ആണ്. ബേസിക് ചാപ്റ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടാമത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ദെൻ നമ്പർ 3 പ്രൊഡക്ഷൻ ആണ്. നമ്പർ 4 കോസ്റ്റ് ആൻഡ് റവന്യൂ കൺസെപ്റ്റ്സ്. നമ്പർ 5 മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ആൻഡ് നമ്പർ 6 ബിസിനസ് സൈക്കിൾസ്. ഇതാണ് 6 ചാപ്റ്റേഴ്സ്. അപ്പോൾ ചാപ്റ്ററിലോട്ട് പോണേക്കാൾ മുമ്പ് നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാനുള്ളത്, ചെറിയ ചാപ്റ്റർ കുറേ ചോദ്യം, എസ് എ ക്വസ്റ്റ്യൻസ്, ഇത് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആദ്യം പറയാണ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ്, ഇതിൽ നിന്ന് 3 മാർക്സ് ക്വസ്റ്റ്യൻസ്, എസ് എ ക്വസ്റ്റ്യൻ 6 മാർക്സ്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയ ചാപ്റ്റർ ആണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ എസ് എ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 3 മാർക്സിൻ്റെ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 2 എസ് എ ചാപ്റ്റേഴ്സ് ആണത്. പിന്നെ നമ്മൾ എസ് എ എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ്, സെക്കൻഡ് ചാപ്റ്റർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. 4 എസ് എ പ്രതീക്ഷിക്കുന്നത് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, ദെൻ 5th and 6th. 6th നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, ഫസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എസ് എ ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളതിൻ്റെ മറുപടി ആദ്യം തന്നെ തന്നു. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് വളരെ ഈസി ചാപ്റ്ററാണ്. ഞാൻ പറഞ്ഞു അതിൽ നിന്ന് 3 മാർക്സ്, എസ് എ 6 മാർക്സ്, ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഇതിൽ നിങ്ങളുടെ സിലബസ് മാറി വന്നപ്പോൾ അഡീഷണൽ ആയിട്ട് മോഡൽസ് 2-3 സെയിൽസ് മോഡൽ, വാല്യൂ മോഡൽ, അങ്ങനെ 2-3 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ആദ്യത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. 3 മാർക്സിൻ്റെ ആയിട്ടും അല്ലെങ്കിൽ എസ് എ എഴുതുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചിരിക്കണം. ആഡം സ്മിത്തിൻ്റെ ഉണ്ട്, മാർഷൽ, റോബിൻസൺ, അതുപോലെ തന്നെ മോഡേൺ ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ ഉണ്ട്. എന്തായാലും ഒരെണ്ണം പഠിച്ചിരിക്കണം. ഓക്കെ, അതിനുശേഷം മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു 6 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. വേണമെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഇതൊക്കെ അങ്ങനെ ഒരു ചോദ്യമായിരിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നത് മാനേജറിയൽ എക്കണോമിക്സ് എന്താണ് പഠിക്കണം, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം, സ്കോപ്പ് പഠിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്
2-3 ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ 2-3 ഉണ്ട്, 4 ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 3 മാർക്സിൻ്റെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പലപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇത്ര പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് എന്തായാലും 3 ആവട്ടെ, ചിലപ്പോൾ 6 ആവട്ടെ, 10 ആവട്ടെ, ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും എന്നുള്ളത് 100% ഷുവറാണ്. നിങ്ങളിത് പഠിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. സെക്കൻഡ് പാർട്ടാണ് ഞാൻ പറഞ്ഞു കുറച്ച് മോഡൽസ്. നമ്പർ 1 വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ. ടൈപ്സ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. അതിൽ പല മോഡൽസ് ആണ്. ആ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അതിലെ 3 മാർക്സിൻ്റെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പുതിയ ഏരിയ. ഫോർ എക്സാമ്പിൾ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ ഉണ്ട്. ആദ്യം അതിൻ്റെ കൺസെപ്റ്റ് നോക്കാം. രണ്ടാമത് ബൗമോൾ സെയിൽസ് മോഡൽ. ഇതൊക്കെ നമ്മൾ 3 മാർക്സിൻ്റെയാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ അതിനുശേഷം മെയിൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് കാണാം. ദെൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. അപ്പോൾ നമ്മളെ മോഡൽസിൻ്റെ 3 മോഡലുണ്ട്. ആ മോഡൽസ് നിങ്ങൾ നോക്കുക, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്പർ 1 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. തിയറി 3 മാർക്സിൻ്റെ 6ലേക്ക് വരാം, എസ് ആയിട്ടും വരാം. മോഡൽസിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3 മോഡൽസിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ചെറിയ ചാപ്റ്റർ കോൺസെൻട്രേറ്റ് രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഉള്ള മാർക്കൊക്കെ നേടാം. അതല്ലാണ്ട് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. മൂവിങ് ടു സെക്കൻഡ് ചാപ്റ്റർ, ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 3 മാർക്സ്, 6 മാർക്സ്, എസ് എ, ഇതൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമ്പർ 1 ആദ്യത്തെ ചോദ്യം ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്താണ്? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, 3 മാർക്സിൻ്റെ ചോദ്യമാണ്. ദെൻ അതിനുശേഷം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. നമുക്ക് ചിലപ്പോൾ 6 ആവാം, ചിലപ്പോൾ എസ് സി ആവാം. എന്തായാലും എക്സ്പെക്ട് ചെയ്യണമാണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. അതിനുശേഷം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, എസ് എക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പല തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് 3 മാർക്സിൻ്റെ ആയിട്ടും സെപ്പറേറ്റ് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇതിൽ പല ഇലാസ്റ്റിസിറ്റിയിൽ സെപ്പറേറ്റ് ഓരോന്നെടുത്ത് ചോദിക്കും. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇൻകം, പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് 6 മാർക്സിൻ്റെ ആയിട്ടോ 3 മാർക്സിൻ്റെ ആയിട്ടോ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഡിമാൻഡ്, അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് പഠിക്കുക. അതിനുശേഷം ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ സപ്ലൈ ആണ് ലാസ്റ്റ് വരുന്നത്. സപ്ലൈ നോക്കണം. ദെൻ സപ്ലൈയിൽ ഇലാസ്റ്റിസിറ്റി ആണ് പിന്നെ വരുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നോക്കണം. ഡിമാൻഡാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ബട്ട് നമുക്ക് സപ്ലൈ നോക്കണം. ഇനിയിപ്പോൾ മാറി മാറി വരാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റാണ്. 3, 6 ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ 3, 6 മെത്തേഡ്സ്, മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്ക് മെത്തേഡ്. ഓക്കെ, അപ്പോൾ 3 മാർക്സ്, 6 മാർക്സ്, എസ് എ, ഒരു 20-25 മാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആക്ച്വലി ലാസ്റ്റ് മൊമെൻറ്റ് പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് പഠിക്കുക, ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കണം, ഈ സെക്കൻഡ് ചാപ്റ്റർ. ഈ 3 ചാപ്റ്റർ എന്തായാലും പഠിച്ച് അവസാനിപ്പിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് പ്രൈസ് ഡിറ്റർമിനേഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ മൊണോപ്പൊളി, ആ ഒരു ചാപ്റ്ററും ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. മൂവിങ് ടു തേർഡ് ചാപ്റ്റർ പ്രൊട്ടക്ഷൻ. 3 and 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ എന്താണ്? എല്ലാവർക്കും അറിയുന്നൊരു ടോപ്പിക്കാണ്. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് നോക്കാം. അതിനുശേഷം ലോസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നോക്കുക.
അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക് ഇതാണ്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ദെൻ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, പലപ്പോഴും റിപ്പീറ്റ് ചോദ്യമാണ്. ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ്, ഡിക്രീസിങ്, അതൊക്കെ നോക്കണം. അപ്പോൾ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിപ്പീറ്റ് ചോദ്യം നെക്സ്റ്റ്, ഐസോകോൺസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 3 മാർക്സിനാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഐസോകോൺസ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഐസോകോൺസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇതിലൊരു ടോപ്പിക്ക് ഇക്കോണമീസ് ഓഫ് സ്കെയിലാണ്. 6 മാർക്സിൻ്റെ ആയിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഇക്കോണമീസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഈ പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, 2-3 ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞ ടോപ്പിക്കുകളിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. 3 ആയിട്ടും 6 ആയിട്ടുമാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ലോ ഓഫ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ റിപ്പീറ്റ് ഒന്നല്ല, വേണമെങ്കിൽ 6 വിട്ടിട്ട് 10ലേക്ക് വേണമെങ്കിൽ 10 മാർക്കിൻ്റെയിലേക്ക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 6ലോട്ടാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 3rd ചാപ്റ്റർ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, കോസ്റ്റ് ആൻഡ് റവന്യൂ കൺസെപ്റ്റ്. എഗെയിൻ ഒരു ഷോർട്ട് 6 and 3 മാർക്സ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ പലതരത്തിലുള്ള കോസ്റ്റ്, മണി കോസ്റ്റ്, റിയൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ് കോസ്റ്റ്, ഈ പലതരത്തിലുള്ള കോസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം 3 മാർക്സിന് തന്നെ പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി സങ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇതിലേതെങ്കിലുമൊക്കെയാണ് നമ്മൾ 3 മാർക്സിൻ്റെ ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അതിൽ ആദ്യത്തെ. മാർജിനൽ കോസ്റ്റ് മറ്റൊരു കൺസെപ്റ്റ്, ഷോർട്ട് റൺ, ലോങ് റൺ കോസ്റ്റ് ആ ഒരു കൺസെപ്റ്റ്, അതൊക്കെയാണ് നമുക്കതിൽ കൂടുതൽ നോക്കണ്ടേ. അതിനുശേഷം ഇൻക്രിമെൻ്റൽ റവന്യൂ എന്താണ്, 3 മാർക്സിൻ്റെ ചോദ്യമായിട്ടോ അല്ലെങ്കിൽ SC 3 മാർക്സിൻ്റെ ചോദ്യമായിട്ടോ അല്ലെങ്കിൽ 6 മാർക്സിൻ്റെ ആയിട്ടോ മാർജിനൽ റവന്യൂയും ഇൻക്രിമെൻ്റൽ റവന്യൂയും തമ്മിലുള്ള ആ ഒരു കൺസെപ്ച്വൽ ഡിഫറൻസ് ഒന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് 3 മാർക്സിൻ്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഈ കോസ്റ്റ് ഡിഫറൻറ്റ്, പിന്നെ റവന്യൂ എന്താണ്, അത്രയൊക്കെയാണ്. കോസ്റ്റ് ഫംഗ്ഷൻ നോക്കാം, കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കേട്ടോ, അത്രയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. 3 മാർക്സ് 6 മാർക്സ് ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 4. അപ്പോൾ 3rd ചാപ്റ്ററും അതുപോലെ തന്നെ 4th ചാപ്റ്ററും ഒക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3 and 6 മാർക്സ് കാറ്റഗറിയിലാണ്. ആൻഡ് 5th ചാപ്റ്റർ essay ആയിട്ടും അതുപോലെ തന്നെ 3 and 6ലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. അതിൽ നമുക്ക് പല മാർക്കറ്റ് സ്ട്രക്ചറുകൾ പഠിക്കാനുണ്ട്. നമ്പർ 1 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പഠിക്കുക, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഇതേപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിലെ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ മൊണോപ്പൊളിയിൽ എങ്ങനെയാണ് ഒളിഗോപ്പൊളിയൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കും. ഒളിഗോപ്പൊളിയിലെ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്താണ്, ഒളിഗോപ്പൊളിയുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഇൻഡിപെൻഡൻറ്റ് പ്രൈസിങ് അല്ലെങ്കിൽ കിങ്ഡ് ഡിമാൻഡ് മോഡൽ. ചിലപ്പോൾ ഒളിഗോപ്പൊളിനെ നമ്മൾ കിങ്ഡ് ഡിമാൻഡ് എന്നാണ് പറയാറ്. അപ്പോൾ ഇങ്ങനെ മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം essay ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 4 essayയിൽ. ദെൻ ഇതിൽ നിന്ന് തന്നെ 3 മാർക്സ് 6 മാർക്സ് ഒക്കെ വേറെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുക, ഓരോ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ആ മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി പ്രൈസ് ലീഡർഷിപ്പാണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് വരുന്നത്. നെസസറി കണ്ടീഷൻസ്, പ്രൈസ് ലീഡർഷിപ്പിൻ്റെ നോക്കി പോകാമെന്ന് മാത്രം വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അങ്ങനെ കാണാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ 4 മാർക്കറ്റിനെ പറ്റിയിട്ടും ഈ 4 മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിനേഷനുമാണ് നമ്മൾ ഇവിടെ നോക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു essayക്കും 3 മാർക്സ് ആൻഡ് 6 മാർക്സിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. മൂവിങ് ടു നമ്പർ 6, ബിസിനസ് സൈക്കിൾ. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് നോക്കുക, അതിൻ്റെ essay ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും റിപ്പീറ്റ് ചോദ്യമാണ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ.
ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എസ് എക്ക് ചോദിക്കുന്നതാണ്. ആ ഒരു പിക്ചറൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് വരച്ചു വെച്ചാൽ നമുക്ക് എസ് എക്ക് എക്സ്പെക്ട് ചെയ്യാം. ബിസിനസ് സൈക്കിൾ എന്താണെന്ന് പഠിക്കുക, ദെൻ അതിൻ്റെ ഫേസസ്, ദെൻ 3 മാർക്സിൻ്റെ ചോദ്യം ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. അത്രയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ബിസിനസ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, ടെക്നിക്സ്, ബിസിനസ് ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, അതൊന്ന് നോക്കി വെക്കാം. പല മെത്തേഡുകളുണ്ട്, വേണമെങ്കിൽ വരാം. കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ മാത്രം കേട്ടോ, ഇനിയിപ്പോൾ മാറ്റിയിടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ബിസിനസ് സൈക്കിൾ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഫേസസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് എന്താണ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് കാര്യങ്ങൾ. ലാസ്റ്റ് ചാപ്റ്റർ ഈ പറഞ്ഞ ടോപ്പിക് എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിമാൻഡ് സപ്ലൈ, അതിൽ നിന്ന് കുറേ നമ്മൾ 3 and 6 എസ്പെഷ്യലി എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, ആ ഒരു ടോപ്പിക്, അതിൻ്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി 3 and 6 ഓരോ ചാപ്റ്ററിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.